ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈവനിങ് ബ്ലോഗ് ആയിക്കാണ്ട് സ്കൂളിട്ട് വന്ന് അപ്പോൾ എന്താ പറയുക, ചായക്കടി ഒന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, രാവിലത്തെ ദോശമാവുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പം ഞാനിന്ന് ഉച്ചക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇന്ന് ബാവ ചോറിനൊന്നും വരാത്തതുകൊണ്ട് നീ കൊണ്ടല്ല, ബാവ ഇന്ന് ചോറിനൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് ഇന്നലത്തെ ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പം അതും രാവിലത്തെ കടലക്കറിയും കൂട്ടിയിട്ട് ഞാൻ ആ ചപ്പാത്തി തിന്നു. അപ്പം പിന്നെ എപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി? ഇന്നലത്തെ നല്ല ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പം ഞാനും ആ രാവിലത്തെ കടലക്കറിയും കൂട്ടിയിട്ട് ഞാൻ പിന്നെ അപ്പം ഞാൻ എന്ത് ചെയ്ത്, പിന്നെ ഇപ്പം ഞാൻ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ, പൊന്ന് വിശക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എന്ത് ചെയ്ത്, ബത്തൊക്കെ ഉണ്ടായിരുന്നു, അത് ജ്യൂസ് അടിച്ചിട്ട് കൊടുത്ത്. പിന്നെ ഞാനിതാ കറി ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. മീൻകറി ഉണ്ടാക്കിയിട്ട് അതിക്ക് ഒന്നുകിൽ ചപ്പാത്തി ഉണ്ടാക്കും, പിന്നെ രാവിലത്തെ ദോശമാവുണ്ട്, അതും കുറച്ച് ചുടും. അപ്പം ഞാൻ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. ഞാൻ നല്ല മൈലാഞ്ചിട്ടാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ മൈലാഞ്ചി ട്യൂബ് കാണുമ്പോഴേ ചെറിയൊരു അസ്വസ്ഥത, അത് എങ്ങനെയെങ്കിലും ആയിട്ട് ഇങ്ങനെ കഴിയാഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ മൈലാഞ്ചി ഇടും. അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ പിന്നെ വരക്കാൻ പൂതിയാവില്ല. അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കണം. ഒന്നുകിൽ അത് മോൾട്ടിൻ്റെ കൈമേൽ അല്ലെങ്കിൽ എൻ്റെ കൈമേലാക്കിയിട്ടാണ് കഴിച്ചു ഞാൻ. അപ്പോൾ ചെറുതായിട്ട് തീർന്ന ആൾക്കാരത്ത് ഇങ്ങനെ കളിച്ചു. വിശപ്പുണ്ട് ഇതാ കറി അല്ലേ പൊന്നോ? എനിക്കെന്താ പണി? ഓലക്കൊടി ഇന്നടിക്കാനാ? തീയായിട്ട് കളിച്ചിണ്ടാ മോനോ? ഇതാണ് പണി. അടുക്കളയിൽ വന്നാൽ തീയായിട്ട് കളിക്കുക. അടുപ്പിൽ ഞാൻ എന്തെങ്കിലും പേപ്പറോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടിട്ടുണ്ടാക്കുക, കത്തിക്കാണ് പണി. പേര് സ്കൂളിൽ തന്നാലിട്ടാ. അപ്പം ഞാൻ മീൻകറി ഉണ്ടാക്കണേ കാണിച്ചത്. മീൻകറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എങ്ങനെ ഉണ്ടാക്കിയൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ശേഷമാണ് തോന്നിയത് എനിക്ക് വീഡിയോ എടുത്താലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കണത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം എണ്ണ ഒഴിക്കുക, പിന്നെ ഉലുവ പൊട്ടിച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് 4 കൂടി എന്താ പറയുക മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ആ ഉലുവ പൊട്ടീൻ്റെ ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് നല്ല ഇങ്ങോട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് തക്കാളി ജ്യൂസ് അടിച്ച് വയ്ക്കുക. എന്നിട്ട് പുളി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം തിളച്ചിട്ട് വരുമ്പോൾ മീനിട്ട് കൊടുക്കുക. അങ്ങനെ ഒന്ന് കറികൾ വെച്ച് നോക്കിയിട്ടാണ് സൂപ്പർ ടേസ്റ്റാണ് ഈ കറി. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും അങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ് ഈ കറി. ഞാൻ പിന്നെ അതേപോലെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞങ്ങൾക്കിതിൽ മീനിടാറുണ്ട്. ഇത് ആമൂറാണ് കേട്ടോ. ആമൂറായിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ചെറിയ കുറച്ച് മീനിൻ്റെ അങ്ങനെ തല വാല അങ്ങനെ കിട്ടുകൊണ്ട് കറി വെക്കണം എനിക്ക് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ഇത് നടു പൊളിച്ചിട്ട് 2 കഷ്ണമാക്കി ഇട്ട് കൊടുക്കും. എനിക്ക് തോനെ മീനിട്ട് കറി ഉണ്ടാക്കണം. എന്നിട്ട് മീൻ പൊരിക്കൊന്നുമില്ല, ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് തിന്നാം. എനിക്ക് അതാണ് ഇഷ്ടം. എന്താ വെച്ചാൽ അങ്ങനെ തോനെ മീനിട്ട് കണ്ട് കറി ഉണ്ടാക്കി കൊണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എനിക്ക് ഈ ആമൂറ് മീൻ ഇതാ കുഞ്ഞി തൊലിയല്ലേ. അപ്പോൾ നിങ്ങളിങ്ങനെ കളയുന്നുണ്ടാവും എനിക്കറിയില്ല. എന്നാലും ഞാൻ ചെയ്യുന്ന വിധം നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇതെങ്ങനെ കളയലേ എന്നുള്ളത് അപ്പോൾ കണ്ടോളൂ. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇതും വെച്ചിട്ടാണ് ഞാൻ ഇത് കളയുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോളൂ, ഇതിൻ്റെ അടുത്ത് കൊണ്ട്. അപ്പോൾ ഇതിന് ചെറിയ ഭാഗത്ത് വെച്ചും ചെയ്യാം, ഇതിന് വലിയ ഭാഗത്ത് വെച്ചും ചെയ്യാം. പെട്ടെന്ന് പോയി കിട്ടും, നല്ല സുഖമാണ്. ചില നമ്മൾ കത്തിയായിട്ട് ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകുമ്പോൾ കുറേ പണിയില്ലേ. ഇത് സിമ്പിളായിട്ട് ഞാൻ ആദ്യം ഫുള്ള് മുറിച്ച് കൊടുക്കട്ടെ. അതിൽ പോയി വേറെ രീതിയിൽ കളികളൊക്കെ ഇത് ശരിയാക്കണ പോലൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഏത് മീനും ഇതിൽ വെച്ച് ചെയ്യാം. പക്ഷെ വലിയ ചെമ്പല്ലി അങ്ങനത്തെ മീനൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ പറ്റില്ല. ഇങ്ങനത്തെ ചെറുമീനുകൾ മത്തിയൊക്കെ സിമ്പിളായിട്ട് ഇങ്ങനെ തൊലി കളയാൻ പറ്റും. കറിയോട് കളിച്ചോണ്ട് നിൽക്കണം. ഇത് ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട് ഒന്ന് ഐസ് പോകാൻ വേണ്ടി കുറച്ച് നേരം വെക്കേണ്ടി വന്നു. ഇവിടെ എടുത്ത് കൊണ്ടുവരാം. ഇതണ്ടാ
ഫുൾ വെള്ള കളറായി. നിങ്ങളില്ലേ നേരത്തെ കഷ്ണാക്കാതെ ഇഷ്ടം പറഞ്ഞു? അങ്ങനല്ല, പൊരിക്കാതെ. പിന്നെ അതിൻ്റെ ഇടയിൽ കുഞ്ഞിപ്പ ചെമ്പല്ലി ഒരു വലിയ മീനെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ തല ഒഴിവാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തല ഒഴിവാക്കരുത്, അത് എനിക്ക് കൊടുന്നു തന്നെ ഞാൻ കറി ഉണ്ടാക്കിക്കൊണ്ട് വരാം. അപ്പോൾ 2 കഷ്ണവും ഇതും കൂടി കൊടുന്നു കുഞ്ഞിപ്പ. പിന്നെ ഇതത് കഴുകിയിട്ട് ആ കറിക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ തിളച്ച് പതഞ്ഞ് പറ്റിയ നമ്മളെ മീനായിട്ട് ഇട്ട് കൊടുക്കട്ടോ. ഇപ്പൊക്കെയുള്ള കറി വെച്ചിട്ടുള്ളൂ. മറ്റേ വലിയ മീൻ ഏതാ? അതാണ് ചെമ്പല്ലി. കാണാം. നമ്മളെ മീൻകറി വെന്ത് ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണ ഇട്ടിച്ചു കൊടുക്കണം കേട്ടോ. മൂടി തീ ഓഫാക്കാം. രാവിലത്തെ മാവ് കുറച്ച് ബാക്കിയിട്ട് ഇതിട്ടുള്ള ദോശ ചുടുക. എന്താ വെച്ചാൽ നാളേക്കൊക്കെ ഫ്രിഡ്ജ് വെക്കുമ്പോൾ ഒന്നും കൂടി പുളിക്കും. ഇപ്പം ദോശച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടാവട്ടെ. അപ്പം ഞങ്ങൾ ദോശ ചുട്ട് ഇനി കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാണ്ട് എന്നിട്ട് തിന്നാണ്ട് അപ്പോൾ ദോശ ഇടട്ടെ കേട്ടോ. അപ്പോൾ മീനിട്ട് കറി തളിച്ച് മീനിട്ട്. അപ്പോൾ ഈ മീനിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയേണ്ടിട്ട് ഞാൻ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എന്താ വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഏത് മീനായിട്ട് വെച്ചാലും നല്ല അടിപൊളിയാണ്. ഞാൻ അധികം ദിവസം ഞാൻ അങ്ങനെ വെക്കലിട്ടാ. എന്താ വെച്ചാൽ എങ്ങനെയായാലും കൂടുതൽ മീനിട്ട് വെക്കണം, അതാ ടേസ്റ്റ്. കുറച്ച് മീനിട്ട് വെച്ചാൽ ടേസ്റ്റ് കിട്ടില്ല. ടേസ്റ്റ് ഇട്ട് എല്ലാവരും മെയിൻ്റെ അങ്ങനെ ആവില്ല. എനിക്ക് കുറേ മീനിട്ട് കറി വെക്കണം. പിന്നെ ഇവർക്ക് എന്താണ് ദോശക്കാരും കറി എന്ത് കടിക്കാരും മീൻകറി കൊടുത്താൽ എന്ത് ചെയ്യും, ഇതിക്ക് മീനില്ലേ ചോദിക്കും. അപ്പം എന്ത് ചെയ്യും, മീനും കൂടി ആകുമ്പോൾ പിന്നെ മീൻ പൊരിച്ചതുമായി. പൊരിച്ചതിന് പകരം കറിയത്ത് കൂട്ടിയാൽ മതിയല്ല. ഞാൻ അധികം അങ്ങനെ തന്നെ ചെയ്യും. ഇവർക്ക് പറ്റൂല. പിന്നെ അങ്ങനെ ശീലാക്കി എടുക്കണം. ഈ പൊരിച്ച മീനൊക്കെ അധികം ഒഴിവാക്കണം. ഞാൻ അധികം വല്ലാതെ പൊരിക്കലില്ല, കറി ചിക്കൻ ഉണ്ടാക്കണം. അപ്പോൾ തളിച്ചു കൊടുക്കണ്ട്. എന്നിട്ട് കഴിഞ്ഞിട്ട് ബാക്കി വന്ന ദോശ ഇട്ട് മാവായിട്ട് ദോശ ഉണ്ടാക്കണം. പിന്നെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കണം. ഇന്നത്തെ കഴിഞ്ഞ് ചോറുണ്ടാക്കാത്തതുകൊണ്ട് എങ്ങനെയായാലും വൈകുന്നേരം എന്തെങ്കിലും വേണ്ട, പിന്നെ കടി ഉണ്ടാക്കുക നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുള്ളൂ കേട്ടോ. വലിയ ഡെക്കറേഷനൊന്നും ഇല്ല. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോയുമായി വരുന്നേക്കും ബൈ ബൈ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൊന്നോ ഇതാ വൈൻഡപ്പ്. ബൈ. ഓക്കെ ഗൈസ്. ഓക്കെ.